സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെസിസ്റ്റൻസ്, കോയില്, ഫ്യൂസുകൾ, ഈ 3 കമ്പോണന്റുകളെ കുറിച്ചാണ്. ഈ 3 കമ്പോണന്റും ഏകദേശം ഒരേ പ്രവർത്തനം തന്നെ ചെയ്യുന്ന കമ്പോണന്റുകളാണ്. കറണ്ടിനെ കടത്തിവിടുക, അത് കൂടുതലും കുറച്ചും കടത്തിവിടുന്ന കമ്പോണന്റാണ് റെസിസ്റ്റർ. കോയില്, ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ കറണ്ടിനെ കടത്തിവിടുന്ന കമ്പോണൻസ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കോയില് 2 തരം കോയിലുകളുണ്ട്. ഈ ടൈപ്പ് നിങ്ങൾ കാണുന്നത് ഇത് ബൂസ്റ്റിംഗ് കോയിലാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാം. കോയില് സാധാരണ വരുന്നത് ഇവിടെ വന്നേച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മൈക്ക് ഇരിക്കുന്ന എല്ലാ മൈക്കിന്റെ കണക്ഷൻ കയറുന്നത് ഒരു കോയിലിലേക്കായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു വെളുത്ത 2 കോയിലുകളായിരിക്കും. ഈ മൈക്കിന്റെ 2 കണക്ഷനും കയറുന്നത് ഇങ്ങോട്ടായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും റിംഗറിന്റെയും കണക്ഷൻ. റിംഗറിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ 2 കണക്ഷൻ ഉണ്ടാവും. ഇത് റിംഗർ കോണ്ടാക്ട് ചെയ്യുന്ന കണക്ഷനാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് 2 കോയിലുകൾ, 2 കറുത്ത കോയിലുകളാണ് ഇരിക്കുന്നത്. ഈ കറുത്ത കോയിലുകളിലേക്കാണ് ഈ കണക്ഷൻ കയറുന്നത്. അപ്പൊ ഈ സൈസ് കോയിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ഇതിന്റെ 2 അറ്റം തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കംപ്ലൈന്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകുക എന്നാണ്. അതായത് ഇവിടെ ഈ ഒരു സൈഡിൽ 2 സൈഡിലും നിങ്ങൾ ബീപ്പിൽ റേഞ്ചിൽ ഇട്ടേച്ച് മൾട്ടിമീറ്ററിന് ചെക്ക് ചെയ്യുമ്പോൾ ബസർ അടിക്കാതിരുന്നാൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ സംഭവം തന്നെ സ്പീക്കറിന്റെ സെക്ഷനിലും കാണാം. സ്പീക്കറിന്റെ സെക്ഷനിലും ഇവിടെയാണ് സ്പീക്കറിന്റെ കോണ്ടാക്ട് വരിക. സ്പീക്കറിന്റെ സെക്ഷനിലും 2 കോയിലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ചില സ്ഥലങ്ങളിൽ കറുത്തതായിരിക്കും, ചില സ്ഥലങ്ങളിൽ വെളുത്തതായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം അത് തമ്മിൽ. പിന്നെ ഫ്യൂസുകൾ എന്നാന്ന് പറയാം. ഫ്യൂസുകൾ ഈ കോയിലുകളുമായിട്ട്, ഈ പറഞ്ഞ കോയിലുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഇതുപോലുള്ള സർക്യൂട്ടുകളിലൊക്കെ കോയിലിന് പകരം ഫ്യൂസുകളും വെച്ച് കൊടുക്കാറുണ്ട്. പ്രവർത്തനം ഒന്ന് തന്നെയാണ്, വരുന്ന കറണ്ടിനെ കടത്തിവിടുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പ്രവർത്തനം. ചില സ്ഥലങ്ങളിൽ ഇവിടെ മൈക്കിൽ നിന്ന് വരുന്ന സ്ഥലത്തായാലും റിംഗറിൽ നിന്ന് വരുന്ന സ്ഥലത്തായാലും കോയിലിന് പകരം ഫ്യൂസുകൾ വെച്ചാലും തെറ്റൊന്നും പറയാനില്ല. രണ്ടും സെയിം പ്രവർത്തനമാണ്. നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടത് 2 സൈഡിലും മൾട്ടിമീറ്ററിന്റെ പ്രോബുകൾ വെച്ച് നോക്കുക. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണേലും അനലോഗ് ആണേലും ബസർ റേഞ്ചിൽ ഇട്ടേച്ച് ബീപ്പ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ സാധനം ഓക്കെ ആണ് എന്നാണ് അർത്ഥം. ഇതിന്റെ വാല്യൂ കുറഞ്ഞോ കൂടിയോ ഒന്നും പോകത്തൊന്നുമില്ല. ഇതിനാകെ സംഭവിക്കാവുന്ന കേസ് ഇതിനകത്തുനിന്ന് ബ്രേക്ക് ആകുക എന്നുള്ളതാണ്, ഓപ്പൺ ആകുക എന്ന് പറയും. അത് മാത്രമാണ് ഇതിന് സംഭവിക്കാറുള്ളത്. പിന്നെ റെസിസ്റ്ററാണ്. റെസിസ്റ്ററും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ റെസിസ്റ്ററിന് ഒരു കുഴപ്പം, റെസിസ്റ്റർ എന്ന് പറയുന്നത് ഈ കാണുന്ന കറുത്ത കമ്പോണൻസ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കമ്പോണന്റിന് നിങ്ങൾ 2 സൈഡിലും മൾട്ടിമീറ്റർ ബസർ റേഞ്ചിൽ ഇട്ട് വെച്ച് നോക്കുക. അപ്പോൾ ബീപ്പ് അടിക്കും. ചിലതിൽ ഇച്ചിരി കുറവ് ബീപ്പേ അടിക്കുകയുള്ളൂ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇത് കുറച്ച്, ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡിൽ ഇതിന് പൊളാരിറ്റി ഇല്ല, റെസിസ്റ്ററിന് പൊളാരിറ്റി ഇല്ല, ഫ്യൂസിന് പൊളാരിറ്റി ഇല്ല, കോയിലിനും പൊളാരിറ്റി ഇല്ല. ഒരു സൈഡിൽ ഇപ്പൊ 2 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ 1.5 വോൾട്ടേജ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരും, 1/2 വോൾട്ടേജ് ഇവൻ പിടിക്കും. അങ്ങനെ ഒരു കമ്പോണന്റ് ആണ് ഈ റെസിസ്റ്റൻസ്. അപ്പോൾ അതിനും ബീപ്പടി കേൾക്കണം. ബീപ്പ് നിങ്ങൾ മൾട്ടിമീറ്ററിൽ ബസർ റേഞ്ചിൽ ഇട്ടേച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബീപ്പ് അടിക്കണം. പക്ഷെ ബീപ്പ് ഇച്ചിരി കുറഞ്ഞേ അടിക്കുകയുള്ളൂ. അങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഈ 3 കമ്പോണന്റും ഷോർട്ട് ആകുന്ന കമ്പോണന്റുകളല്ല. ഇത് എങ്ങനെയാ ഷോർട്ട് ആകുകയില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷോർട്ട് ആകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്യൂസ് മനസ്സിലായില്ലേ, കോയിൽ മനസ്സിലായില്ലേ, ഇതെങ്ങനെയാ ഷോർട്ട് ആകുക? ഇത് കറണ്ട് കടത്തി വിടണം, ഇത് ഷോർട്ട് ആവണം. ഇത് ഷോർട്ട് ആവേണ്ട കമ്പോണന്റ് ആണ്. ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ്, കറണ്ട് കടത്തി വിടേണ്ട കമ്പോണന്റ് ആണ്. ഫ്യൂസ് ആയാലും റെസിസ്റ്റർ ആയാലും ഈ പറഞ്ഞ കോയിലായാലും ഷോർട്ട് ആകുന്ന അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതിനില്ല. ഇത് കറണ്ട് കടത്തി വിടണം, ഇതിന് ബീപ്പ് അടിക്കണം. പിന്നെ ഈ കമ്പോണന്റ്, ഈ 3 കമ്പോണന്റ് റെസിസ്റ്റർ ആയാലും ഫ്യൂസ് ആയാലും കോയിലായാലും എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കൊടുക്കുന്ന കമ്പോണന്റ്സ് ആണ്. ഈ കമ്പോണന്റുകൾ ഒരിക്കലും പാരലായിട്ട് സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്യാറില്ല, ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കാരണം ഇത് കറണ്ടിനെ കടത്തി വിടുന്ന കമ്പോണന്റുകളാണ്.
അപ്പം ഇത്രയാണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സൈഡിൽ 2 വോൾട്ടേജ് കടത്തിവിട്ടാൽ 2 വോൾട്ടേജോ 3 വോൾട്ടേജോ എത്ര വോൾട്ടേജ് വേണമെങ്കിലും കടത്തിവിടാം. 3 വോൾട്ടേജ് കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിൽ താഴെയുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റർ നമ്മൾ പൊക്കിയെടുത്തേച്ച് നമ്മൾ 2 സൈഡിലും മൾട്ടിമീറ്ററിന്റെ പ്രോബ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബീപ്പ് അടിക്കണം. അത് കുറച്ച് കുറവേ അടിക്കുകയുള്ളൂ. ഫ്യൂസിനും കോയിലിനും കറക്റ്റായിട്ട് തന്നെ എത്രയാണ് ബീപ്പ് അടിക്കുന്നത്. സാധാരണ മൾട്ടിമീറ്ററിന്റെ പ്രോബ് തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ അത്രയും സൗണ്ടിൽ തന്നെ കോയിലിനും ഫ്യൂസിനും ബീപ്പ് അടിക്കുന്നതാണ്. പിന്നെ ഈ കമ്പോണന്റിനെ പറ്റി, ഈ സൈസ് കോയിലിനെ പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഈ കോയില് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക. 2 പോളുകളാണ് ഉണ്ടാവുക. ഈ 2 പോളിലും മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ബീപ്പ് അടിക്കണം. പക്ഷെ നിങ്ങൾ അത് അത്ര അങ്ങ് വിശ്വസിക്കണ്ട. ബീപ്പ് അടിക്കുന്നുണ്ടെന്നൊരു ഇതിന്റെ കണ്ടിന്യൂറ്റി പോയിട്ടില്ല എന്നാണ് അർത്ഥം. കണ്ടിന്യൂറ്റി കറണ്ട് കടത്തി വിടുന്നുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ഈ ലൈറ്റിന്റെ ഇത് ബൂസ്റ്റിംഗ് കോയിലായതുകൊണ്ട്, വോൾട്ടേജ് ബൂസ്റ്റിംഗ് കോയിലായതുകൊണ്ട് ഇപ്പൊ ലൈറ്റ് സെക്ഷനിലൊക്കെ ആണെന്നൊരു നിങ്ങൾ എപ്പോഴും ഒരെണ്ണം മാറി നോക്കണം. മാറി നോക്കുകയാണ് അതിന്റെ ഉചിതം. നിങ്ങൾ ആദ്യം മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്പൺ ആണെന്നൊരു ഉറപ്പായിട്ടും അത് പോയിട്ടുണ്ട്. പിന്നെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബീപ്പ് അടിക്കുന്നുണ്ടെന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്പെയർ പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണ്ട. അതിന് നിങ്ങൾ മാറി തന്നെ ഒന്ന് നോക്കേണ്ടി വരും. എല്ലാ കേസിലും ഇതിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പോണന്റ് അല്ല ഈ സൈസ് കോയിലുകൾ. പിന്നെ ഈ സൈസ് ചില കമ്പോണന്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഇത് 2 റെസിസ്റ്റർ കൂട്ടി ഒന്നിച്ചൊട്ടിച്ചേക്കുന്ന സൈസ് ഒരു കമ്പോണന്റ് ആണ്. ഇതും റെസിസ്റ്റർ തന്നെയാണ്. ഇങ്ങനെയുള്ള റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഒക്കെ മൊബൈലിന്റെ ബോഡി വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത് 4 ലെഗ് ഉണ്ട് എന്ന് വിചാരിച്ച് ഇത് മറ്റേതോ ഒരു കമ്പോണന്റ് ആണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഡബിൾ കപ്പാസിറ്ററും ഉണ്ട്, ഡബിൾ റെസിസ്റ്റൻസും ഉണ്ട്. പിന്നെ ഇതിന്റെ വാല്യൂ ഒക്കെ സാധാരണ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന പോലെയല്ല. ഈ റെസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ കൊടുത്തേക്കുന്നത്, അല്ലെ ഒരു കോയിൽ ഒരു സർക്യൂട്ടിൽ കൊടുത്തേക്കുന്നത് നമുക്കിത് ബോഡി വെച്ച് തന്നെ കൂടുതലും ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇങ്ങോട്ട് സപ്ലൈ വരുന്നുണ്ടോന്ന് ഇവിടെ ഒരു പ്രോബ് വെച്ച് നോക്കുക, ഈ കോയിലിന്റെ അപ്പുറം വെച്ച് നോക്കുക. അപ്പൊ ബീപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അവിടം വരെയുള്ള കണക്ഷൻ ഓക്കെ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ട്രേസ് ചെയ്തു പോകാവുന്നതാണ്. ഇതിനെപ്പറ്റി റെസിസ്റ്ററിനെ പറ്റിയും കോയിലിനെ പറ്റിയും ഫ്യൂസിനെ പറ്റിയും വലിയ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ആദ്യം ഇലക്ട്രോണിക്സ് ഫീൽഡിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയത്. അപ്പൊ ഈ കമ്പോണൻസുകളെ കുറിച്ച് റെസിസ്റ്റർ ആയാലും ഫ്യൂസ് ആയാലും കോയിലായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നൊരു നിങ്ങൾക്ക് SMD കമ്പോണൻസ് ചെക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മലയാളവും ഉണ്ട് ഹിന്ദിയും ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഈ ടൈപ്പ് വളരെ സിമ്പിളായിട്ട് വിവരിക്കുന്ന കമ്പോണൻസുകളെ പറ്റി വിവരിക്കുന്ന വീഡിയോസൊക്കെ നമ്മളൊരു ഫോൾഡറിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ന്യൂ SMD കമ്പോണൻസ് ചെക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് പ്ലേലിസ്റ്റിൽ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നൊരിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതിന് മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.